ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് 5.1 ആംപ്ലിഫയർ ബോർഡുകളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കിയെടുക്കുക. TDA 2030 IC ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹോം തിയേറ്റർ ആംപ്ലിഫയർ ബോർഡാണിത്. ഇതിൽ ടോട്ടൽ 5 IC ആണ് വന്നിരിക്കുന്നത്. അതിലൊരെണ്ണം സെൻറ്റർ ചാനലിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. 2 IC ബ്രിഡ്ജ് ചെയ്ത് സബ് വൂഫർ ചാനലിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന 2 ICയിൽ ഒരു ICയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റും റിയർ ലെഫ്റ്റും ഔട്ട്പുട്ട് എടുക്കുന്നത്. അടുത്ത ICയിൽ നിന്ന് ഫ്രണ്ട് റൈറ്റും റിയർ റൈറ്റും ഔട്ട്പുട്ട് എടുക്കുന്നു. 2030 ഫെമിലിയർ ആയിട്ടുള്ള ഒരു IC ആണ്. ഏകദേശം 14 വാട്ട്സാണ് ഒരു ICയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും. ഈ എല്ലാ ചാനലിലും നമുക്ക് 6 ഇഞ്ച് വരെയുള്ള സ്പീക്കേഴ്സ് അല്ലെങ്കിൽ സബ് വൂഫർ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് നോക്കി അറിയാം, അതിൽ തന്നെ റെക്ടിഫയർ സെക്ഷൻ വരുന്നുണ്ട്. ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് 12012 3 to 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഡയറക്റ്റ് എടുത്ത് ഈ ഒരു ബോർഡിലേക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ തന്നെ ഒരു 5 വോൾട്ട് റെഗുലേറ്റഡ് സപ്ലൈ വരുന്നുണ്ട്. അതുപോലെ ടോൺ കൺട്രോൾ സെക്ഷൻ 4558 എന്ന ഓപ്പാമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ടോൺ കൺട്രോൾ സെക്ഷനും ഇതിൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് പ്രൊലോജിക് ബോർഡൊന്നും ഈ ഒരു ബോർഡിന് വേണ്ടി വാങ്ങേണ്ടതില്ല. പിന്നെ ഓരോ ചാനലിലെ വോളിയം അല്ലെങ്കിൽ ഇതിലെ ബാസ് ട്രിബിളൊന്നും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. നമുക്ക് ഇതിലേക്കുള്ള ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് 47K അല്ലെങ്കിൽ 50 കിലോ ഓമിൻ്റെ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ടോട്ടലായിട്ടുള്ള വോളിയം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ സബ് വൂഫറിൻ്റെ വോളിയം 100 കിലോ ഓമിൻ്റെ അല്ലെങ്കിൽ 10 കിലോ ഓമിൻ്റെ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് സബ് വൂഫറിൻ്റെ വോളിയം ഇതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ടോട്ടൽ നോക്കിയാൽ വയറിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ റെക്ടിഫയറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ബോർഡ് വരുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ വയറിംഗ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ് നോക്കിയാൽ ഏകദേശം 600 രൂപ അടുത്ത് ഇതിന് പ്രൈസ് വരുന്നുണ്ട്. അതുപോലെ ബോർഡിൻ്റെ കൂടെ കണക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. TDA 2030 IC ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു ആംപ്ലിഫയർ ബോർഡാണിത്. ഇതിൽ ടോട്ടൽ 7 IC വരുന്നുണ്ട്. അതിൽ 5 എണ്ണം 5 ചാനലിന് വേണ്ടി FL, FR, SL, SR സെൻട്രൽ ചാനലിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. 2 IC ബ്രിഡ്ജ് ചെയ്ത് സബ് വൂഫർ സെക്ഷന് വേണ്ടിയും കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 14 വാട്ട്സാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് 5 ചാനലിലും നമുക്ക് 6 ഇഞ്ച് വരെയുള്ള സ്പീക്കേഴ്സ് ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ സബ് വൂഫർ സെക്ഷനിൽ അറൗണ്ട് ഒരു 30 to 35 വാട്ട്സ് ഔട്ട്പുട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് 6 ഇഞ്ച് വരെയുള്ള സബ് വൂഫറും ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ബോർഡിലേക്ക് നോക്കിയാൽ വേറെ ടോൺ കൺട്രോൾ സെക്ഷനോ റെക്ടിഫയർ സെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല. സെപ്പറേറ്റ് ഒരു പ്രൊലോജിക് ബോർഡ് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യണം. അതുപോലെ പവർ സപ്ലൈ നോക്കിയാൽ 12012 5 to 7 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പവർ സപ്ലൈ ഈ ഒരു ബോർഡിന് വേണ്ടി യൂസ് ചെയ്യണം. ഡ്യുവൽ സപ്ലൈ ആണ് ആവശ്യം, അതായത് ഒരു പോസിറ്റീവ് വോൾട്ടേജ്, ഗ്രൗണ്ട്, നെഗറ്റീവ് വോൾട്ടേജ്. ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 800-850 രൂപ ആ ഒരു റേഞ്ചിലാണ്. TDA 2030 പ്ലസ് STK 4392 കോമ്പിനേഷൻ വരുന്ന ഒരു 5.1 ആംപ്ലിഫയർ ബോർഡാണിത്. ഇതിൽ 5 ചാനലിന് വേണ്ടി TDA 2030 IC കൊടുത്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ട് വാട്ട്സൊക്കെ സെയിം ആണ്. പക്ഷേ സബ് വൂഫർ സെക്ഷനിൽ STK 4392 എന്ന സ്റ്റീരിയോ IC ആണ് കൊടുത്തിരിക്കുന്നത്. 15+15 വാട്ട്സാണ് ആ ഒരു ICയുടെ ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു ബോർഡിൽ ബ്രിഡ്ജ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 30 വാട്ട്സ് ഔട്ട്പുട്ട് സബ് വൂഫർ സെക്ഷനിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 8 ഇഞ്ച് വരെയുള്ള സബ് വൂഫറും 6 ഇഞ്ച് വരെയുള്ള സ്പീക്കേഴ്സും നമുക്ക് ഈ ഒരു ബോർഡിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ബോർഡിലും വേറെ ടോൺ കൺട്രോൾ സെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പവർ സപ്ലൈ സെക്ഷനിലേക്ക് നോക്കിയാൽ സിംഗിൾ സപ്ലൈ ആണ് ഇതിന് ആവശ്യം. 24 വോൾട്ട് ഒരു 5 to 10 ആംപിയർ വരെയുള്ള പവർ സപ്ലൈ ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് കാണിച്ചിരിക്കുന്നത് ഏകദേശം 1200 രൂപ അടുത്താണ്. STK 4141 പ്ലസ് TDA 2030 കോമ്പിനേഷൻ വരുന്ന മറ്റൊരു ബോർഡാണിത്. ഈ ഒരു ബോർഡിലേക്ക് വന്നപ്പോൾ വ്യത്യാസം സബ് വൂഫർ സെക്ഷന് വേണ്ടി 4141 IC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ 25+25 വാട്ട്സ് ഔട്ട്പുട്ട് നൽകുന്ന ഒരു സ്റ്റീരിയോ IC ആണ് ഈ ഒരു ബോർഡിൽ ബ്രിഡ്ജ് ചെയ്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 50 വാട്ട്സോളം ഔട്ട്പുട്ട് സബ് വൂഫർ സെക്ഷനിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് 8 ഇഞ്ച് വരെയുള്ള സബ് വൂഫർ ലോഡ് ചെയ്യാം.
ബാക്കി 5 ചാനലിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14 വാട്ട്സാണ് ഔട്ട്പുട്ട് വരുന്നത്. ദെൻ പവർ സപ്ലൈ സെക്ഷനിലേക്ക് നോക്കിയാലും ഡ്യുവൽ സപ്ലൈ ആണ് ആവശ്യം. ഇതിന് വേണ്ടുന്ന റെക്ടിഫയർ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 24/0/24 5 to 8 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ഈ ഒരു ബോർഡിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രൈസ് നോക്കിയാൽ ഏകദേശം 1600 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ് കൊടുത്തിരിക്കുന്നത്. TDA 2050 പ്ലസ് STK 4191 കോമ്പിനേഷൻ വരുന്ന മറ്റൊരു ആംപ്ലിഫയർ ബോർഡാണിത്. ഇതിൽ 5 ചാനലിന് വേണ്ടി 2050 IC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാറ്റ ഷീറ്റ് പ്രകാരം 4 ohmsൽ 35 വാട്ട്സാണ് ഇതിൻ്റെ RMS ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ 50 വാട്ട്സ് മാക്സിമം ഔട്ട്പുട്ടും ഓരോ ICയിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് 5 ചാനലിലും 8 ഇഞ്ച് വരെയുള്ള സ്പീക്കേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സബ്വൂഫർ സെക്ഷനിൽ STK 4191 IC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4191 ഒരു 50+50 വാട്ട്സ് ഔട്ട്പുട്ട് നൽകുന്ന സ്റ്റീരിയോ IC ആണ്. ഈ ഒരു ബോർഡിൽ ബ്രിഡ്ജ് ചെയ്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100 വാട്ട്സ് ഔട്ട്പുട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ചിട്ട് 10 ഇഞ്ച് വരെയുള്ള സബ് വൂഫർ അല്ലെങ്കിൽ 200 വാട്ട്സ് RMS റേറ്റിംഗ് വരുന്ന 12 ഇഞ്ച് സബ് വൂഫർ ഈസി ആയിട്ട് ഈ ഒരു ബോർഡിൽ ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിലും വേറെ ടോൺ കൺട്രോൾ സെക്ഷനോ റെക്ടിഫയറോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ പവർ ആംപ്ലിഫയർ സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് വേണ്ടുന്നത് ഡ്യുവൽ സപ്ലൈ ആണ്. 24/0/24 8 to 10 ആംപിയറിൻ്റെ ഒരു പവർ സപ്ലൈ നമുക്ക് ഈ ഒരു ബോർഡിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 850 രൂപ 900 ആ ഒരു റേഞ്ചിലാണ്. അടുത്തതായിട്ട് വരുന്നത് ട്രാൻസിസ്റ്റർ പ്ലസ് TDA 2030 കോമ്പിനേഷൻ വരുന്ന 2 ആംപ്ലിഫയർ ബോർഡുകളാണ്. അതിൽ ഒരെണ്ണത്തിൽ 2 ട്രാൻസിസ്റ്റർ Toshiba 5200 1943 സിംഗിൾ പെയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ബോർഡിൽ 4 ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ 2 പെയറാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ പെയർ വരുന്നതിൽ ഏകദേശം 150 വാട്ട്സാണ് ഔട്ട്പുട്ട്. 80 to 150 വാട്ട്സ് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് സബ് വൂഫറിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 4 ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡിലാണെന്നുണ്ടെങ്കിൽ 200 to 300 വാട്ട്സ് മാക്സിമം ഔട്ട്പുട്ട് സബ് വൂഫർ സെക്ഷനിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചാനലിന് വേണ്ടി 2 ബോർഡിലും TDA 2030 IC തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 14 വാട്ട്സാണ് ഔട്ട്പുട്ട് വരുന്നത്. 2 ട്രാൻസിസ്റ്റർ ബോർഡിൽ നമുക്ക് 10 ഇഞ്ച് വരെയുള്ള സബ് വൂഫറും 4 ട്രാൻസിസ്റ്റർ ബോർഡിൽ 12 ഇഞ്ച് സബ് വൂഫറും ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ 2 ബോർഡിലും കോമൺ ആയിട്ട് അതിൻ്റെ റെക്ടിഫയർ സെക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ട്രാൻസിസ്റ്റർ സെക്ഷനിലേക്ക് 2 ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡിൽ 27/0/27 3 to 5 ആംപിയറാണ് വേണ്ടത്. 4 ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡിൽ 27/0/27 5 to 10 ആംപിയറിൻ്റെ ഒരു പവർ സപ്ലൈ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യേണ്ടത്. ചാനലിന് വേണ്ടി 12/0/12 3 to 5 ആംപിയറാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ 2 ബോർഡിലും കോമൺ ആയിട്ട് സബ് വൂഫറിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 12/01 ആംപിയറിന് വേണ്ടുന്ന ഒരു റെക്ടിഫയർ സെക്ഷനും 12 വോൾട്ടിൻ്റെ ഒരു റെഗുലേറ്ററും അതിൽ ഇൻബിൾട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ട്രാൻസിസ്റ്റർ വരുന്ന ആ ഒരു ബോർഡിന് ഏകദേശം 1600 രൂപ പ്രൈസ് വരുന്നുണ്ട്. അതുപോലെ 4 ട്രാൻസിസ്റ്റർ ബോർഡിന് ഏകദേശം 2300 രൂപയാണ് പ്രൈസിങ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പല ബോർഡുകളുടെയും പ്രൈസിൽ ഓഫ്ലൈനായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഓൺലൈനിൽ എപ്പോഴും പ്രൈസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഇലക്ട്രോണിക്സ് ഫെയർ ഷോപ്പിൽ ആദ്യം തിരക്കുക. ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഈ പറഞ്ഞ സ്പീക്കറിൻ്റെ കേസ് ശരിക്കും സൈസല്ല അവിടുത്തെ ഒരു ഫാക്ടർ വരുന്നത്. നിങ്ങൾ സ്പീക്കർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വാട്ട്സും ഇമ്പിഡൻസും നോക്കി മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പോൾ 14 വാട്ട്സാണ് ഒരു ചാനലിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ 4 ohmsൽ അല്ലെങ്കിൽ 8 ohmsൽ 10 to 25 വാട്ട്സൊക്കെ RMS റേറ്റിംഗ് വരുന്ന ഒരു സ്പീക്കർ സെലക്ട് ചെയ്യുക. അതുപോലെ സബ് വൂഫർ ആണെങ്കിലും ഇപ്പം 100 വാട്ട്സ് സബിൻ്റെ ഔട്ട് ഉണ്ടെങ്കിൽ ഏകദേശം 100 to 150 വാട്ട്സ് RMS റേറ്റിംഗ് വരുന്ന ഒരു സബ് വൂഫർ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.